ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണ്. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അതപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 300 ഗ്രാം ചിക്കനാണ്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ആണ്. ഇവിടെ കിട്ടുന്ന കബാബ് പൗഡറാണ് ഇത്. ഒരു പാക്കറ്റിൽ 30 ഗ്രാം ആണ് വരുന്നത്. അത് മുഴുവൻ ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഓൾറെഡി ഉപ്പും കൂടെ ഉള്ളതുകൊണ്ട് ഇനി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അതല്ല, നിങ്ങൾക്ക് കബാബ് പൊടി കിട്ടിയില്ലെങ്കിൽ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞപ്പൊടി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതിയേ. എല്ലാം മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാനിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിപ്പം നല്ലതുപോലെ ചൂടായി കിട്ടിയേ. കബാബ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു വശം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം തയ്യാറാക്കാൻ. 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ക്യാരറ്റ്, ക്യാബേജ്. നിങ്ങളുടെ കയ്യിൽ എത്ര വെജിറ്റബിൾസ് ഉണ്ടോ അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണേ ഇത്. ഒരു പിടി സ്പ്രിംഗ് ഒനിയോൺ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഒനിയോന്റെ വൈറ്റ് പാർട്ടും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതെല്ലാം ഒന്ന് വാട്ടിയെടുക്കണം. വേവണ്ട, ഒരുപാട് വാടി കിട്ടിയാൽ മതി നമുക്ക്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, സോയ സോസ് 1 ടേബിൾ സ്പൂൺ. ഇത് കുറച്ച് സൈഡിലായിട്ട് വെച്ചിട്ട് 2 മുട്ടയൊന്ന് ചിക്കി എടുക്കണേ. മുട്ടയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ഇനി ഇതൊന്ന് ചിക്കി എടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് ചിക്കി എടുക്കണേ. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. നിങ്ങളുടെ എരിക്ക് ആവശ്യത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കണേ. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 2-3 ആയിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. ഉപ്പിട്ടാണ് നമ്മുടെ റൈസ് വേവിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി റൈസ് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് സ്റ്റൗ ഉള്ളത്. റൈസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ട ചിക്കി വെച്ചതാണ്. സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ്.
ഹോട്ടലിലൊക്കെ പോകുമ്പോൾ അവൻ ആദ്യം പറയുന്നത് എനിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് വേണമെന്നാ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയത്. അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുവേ. ഹോട്ടലിൽ അവരെങ്ങനാണോ ഉണ്ടാക്കുന്നത് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.